ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് മാന്നാർ വരെ പോകാണ്. അടുത്ത് ഓട്ടോ വന്ന് കിടപ്പുണ്ട്. നമ്മൾ ഒരുങ്ങി ചമഞ്ഞൊക്കെ വന്നപ്പോൾ ലേറ്റായി ഗൈസ്. ഞങ്ങൾ 4:45 ആയി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക്. ഇതേ ദച്ചപ്പനാണെങ്കിൽ ഓട്ടോക്കാരൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെപ്രാളം പിടിച്ചിരിക്കുക, അവനെ കൊണ്ടുപോകത്തില്ലയോ എന്നൊക്കെ കരുതിയിട്ട്. അങ്ങനെ ഞങ്ങൾ മാന്നാറോട്ട് പോവുകയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അപ്പോൾ നമ്മൾ കിടങ്ങരയിൽ തന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റോർ കയറണം, ബേക്കറിയിൽ കയറണം. ഈ ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ സ്ഥിരമായിട്ടാണ് ബേക്കറിയൊക്കെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ചേച്ചി കണ്ടിട്ട് എപ്പോഴും അഭിപ്രായമൊക്കെ പറയട്ടെ, നല്ലൊരു ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കിടങ്ങര പാലത്തേക്കോട്ട് പോകണം. ഓൾമോസ്റ്റ് വൺ വേ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറം സൈഡിലൂടെ കിടങ്ങര പാലത്തിൻ്റെ പണി കഴിയാനുള്ളൂ. എന്നാലും ഓപ്പണാണ്, കുറച്ച് കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കിടങ്ങര ചക്കുളത്താവ് പോകുന്ന റൂട്ടിലോട്ടുള്ള പാലം തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് തുറന്നായിരുന്നു. കാരണം വെള്ളം കൂടിയപ്പോഴത്തേക്ക് താഴത്തെ വഴി മുഴുവൻ വെള്ളമായിട്ട് അതിൽ കൂടെ യാത്ര പറ്റത്തില്ലായിരുന്നു, ഒട്ടും വരത്തില്ലായിരുന്നു. അപ്പം അവിടുത്തെ കമ്മിറ്റിയൊക്കെ ഇടപെട്ടിട്ട് പെട്ടെന്ന് തുറപ്പിച്ചതാണ് കേട്ടോ. നമ്മൾ ചക്കുളത്താവ് കയറിയാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഈ ചേട്ടന് ഡീസൽ എന്തോ അടിക്കണമായിരുന്നു. അപ്പം വേറൊരു വഴി കൂടെ കൊണ്ട് അമ്പലത്തിനകത്തോട്ടുള്ള വഴിയാണ് പോകുന്നത്. ഇതിലെ കൂടെ 1-2 പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുള്ളൂ. ചക്കുളത്താവ് അമ്പലമാണ് കേട്ടോ ഗൈസ്. അത് ശരിക്കും എടുക്കാൻ പറ്റില്ല, കാരണം മഴയാണ്. ഒരു സൈഡ് ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ട് ചെറിയ ഓട്ടോയായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കുട്ടനാടിൻ്റെ അവസ്ഥ. ഒരു ചെറിയ മഴ പെയ്താലേ ഇട റോഡുകളിലൊക്കെ നിറയെ വെള്ളമായിരിക്കും കേട്ടോ. നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കുട്ടനാടിന് മാത്രമാണെന്ന് കരുതുന്നില്ല, ഏകദേശം ഇപ്പോൾ കേരളത്തിലെ എല്ലാ ചെറിയ ഇട റോഡുകളും വലിയ റോഡുകളും ഒക്കെ ഇങ്ങനെ വെള്ളക്കെട്ടറും മഴയും വെള്ളമൊക്കെ കണ്ടോ. വെള്ളത്തിൻ്റെ ഒക്കെ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. ഒരു ദിവസം മഴ പെയ്ത് കഴിയുമ്പോൾ കിഴക്കൻ വെള്ളം വരാൻ തുടങ്ങും കേട്ടോ. കോട്ടയം ചങ്ങനാശ്ശേരിയിലൊക്കെ നല്ല മഴയാണെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടൊക്കെ വെള്ളം പെട്ടെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ കലങ്ങിയ വെള്ളം വരുന്നതിന് നമ്മൾ കിഴക്കൻ വെള്ളം വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. ഇതൊരു ഇട റോഡാണ്. നിലറ്റുപുറം ചെന്ന് ഇറങ്ങും കേട്ടോ. ഈ ഒരു റൂട്ട് പോയാൽ പെട്ടെന്ന് ചെന്ന് പോകാനായിട്ടൊരു എളുപ്പ വഴിയാണിത്. അങ്ങനെ നമ്മൾ മാന്നാർ കയറിയിട്ടുണ്ട്. പന്നമണി വിളിച്ചു പറഞ്ഞ ദിയക്കുട്ടി ഞങ്ങളെ നോക്കിയിട്ട് നാടിക്ക് കൈയൊക്കെ കൊടുത്ത് വാതിക്കെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഇന്ന് ഇറങ്ങി. ഇത്രയും ലേറ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. സാധാരണ നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. മഴയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ വീഡിയോയും കുറേ ഇതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അവളുടെ വീടും കാര്യങ്ങളൊക്കെ. ദിക്കുട്ടി അകത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. ഞാനോട്ടനും അങ്ങ് കുറേ നാളായി കണ്ടിട്ട്, 1 മാസത്തിനുള്ളിലായി കുഞ്ഞിനെ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഞാനോട്ടൻ അങ്ങനെയാണോ ദീക്കുട്ടിക്ക് അപ്പൂപ്പ അമ്മൂമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത്ര ലോങ് ആയിട്ട് കാണാൻ ഇതിന് ആദ്യമായിട്ടാണ് കേട്ടോ. ഒത്തിരി നമ്മളൊരു മാസം 2-3 പ്രാവശ്യമൊക്കെ കുഞ്ഞിനെ കാണാൻ വരുന്നതൊക്കെ ചെയ്യുന്നതാണ് ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഇതായിട്ട് സ്കൂളിൽ വിട്ടുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.